ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ രചിച്ച ഗുരുപാദക സ്തോത്രം 7 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. 8ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 8, 9 ശ്ലോകങ്ങളോടുകൂടി ഗുരുപാദക സ്തോത്രം അവസാനിക്കുകയാണ്. നമുക്ക് പരമ്പരയ്ക്ക് ഗുരുപാദങ്ങളില്, ദേവിയുടെ പാദങ്ങളില് നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്തൊക്കെ അറിഞ്ഞു എല്ലാം അവിടെ സമർപ്പിക്കാം. കാരണം അവിടെ സമർപ്പിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളില് തെളിയുന്നത്. 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിപ്പോ പ്രവേശിക്കാൻ പോകുന്നത്. സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം സ്വാഹാ സഹായാക്ഷ ദുരന്തരാഭ്യാം സ്വാന്താസ്യ ഭാവ പ്രദപൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ശ്രീ ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം ഭവിക്കട്ടെ. ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം ഭവിക്കട്ടെ എന്ന് 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഗുരുപാദുകങ്ങൾ എന്നാണ് ഇനിയിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. 3 വിശേഷണങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം ഗുരുപാദുകാഭ്യാം. 2 സ്വാഹാ സഹായാക്ഷ ദുരന്തരാഭ്യാം ഗുരുപാദുകാഭ്യാം. സ്വാന്താസ്യ ഭാവപ്രദപൂജനാഭ്യാം ഗുരുപാദുകാഭ്യാം നമോ നമഃ. നമോ നമഃ അല്ലെ? 3 വിശേഷണങ്ങളാണ് 3 വരികളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് എന്താണ്? സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം. അഖിലേഷ്ടദാഭ്യാം എന്താണ്? ആ അഖിലേഷ്ടദാഭ്യാം ഗുരുപാദുകാഭ്യാം. അഖിലേഷ്ടത ഭവതി എന്ന് പറഞ്ഞാൽ എന്താ? അഖിലം എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കി വെക്കാതെ ടോട്ടലായിട്ട്. കിലം എന്ന് പറഞ്ഞാൽ കുറച്ച്, അഖിലം എന്ന് പറഞ്ഞാൽ ടോട്ടൽ, കംപ്ലീറ്റ് അല്ലെ? ആ ഇഷ്ടങ്ങളെ എല്ലാം ദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ഗുരുവിന്റെ പാദുകങ്ങള്. ഒരു കുറവുമില്ലാത്ത. ഇപ്പൊ കിലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, കുറച്ച്, അല്പം അല്ലെ? ഇത് അനൽപമായിട്ടുള്ളത്, ഒട്ടും കുറവില്ലാതെ അഖിലം പൂർണ്ണമായിട്ട് അനന്തമായിട്ട് എല്ലാ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നതാണ്, ദാനം ചെയ്യുന്നവയാണ്. ആർക്ക്? സ്വാർച്ചാപരാണാം. സ്വാർച്ചാപരാണം എന്ന് പറഞ്ഞാല് അർച്ചാപരാണം. അർച്ച തന്നെ അർച്ചിക്കുന്നതിൽ തൽപരരായിട്ടുള്ളവർക്ക് അഖില ഇഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നതിൽ നിരതമാണ് എന്ന് പറഞ്ഞാല് ഈസ് കമ്മിറ്റഡ് ടു ഗിവ് അല്ലെ? കമ്മിറ്റഡ് ആണ്, ഞാൻ കൊടുക്കും. അങ്ങനെയുള്ളതാണ് ഈ ഗുരുപാദുകങ്ങള്. ആരാണോ ഗുരുപാദുകങ്ങളെ പൂജിക്കുന്നത്, അർച്ചിക്കുന്നത്, അവർക്ക് അസമൂലമായിരിക്കുന്ന എല്ലാ ഇഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നതില് നിരതമാണ് ഈ ഗുരുപാദുകങ്ങൾ. അപ്പൊ ഗുരുപാദുകങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ജീവിതത്തിലെ എല്ലാ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നു. അപ്പൊ സങ്കല്പങ്ങളെ എല്ലാം നടത്തുന്നത് എന്താണ്? ഈശ്വരനാണ് ഇല്ലേ? ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരനാണ്. അപ്പൊ ഗുരുപാദുകങ്ങളെ ആശ്രയിക്കുന്നവരെ ഗുരുവും ഈശ്വരനും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നർത്ഥം. ഒരു ശിഷ്യന്റെ മനസ്സിലെ സങ്കല്പങ്ങളെല്ലാം തന്നെ ഗുരുവിന്റെയും ഈശ്വരന്റെയും ആയിത്തീരുന്നു. അപ്പൊ അതുകൊണ്ട് വിചാരിച്ച കാര്യങ്ങള് വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് നടത്തി കൊടുക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അപാര മഹിമ ഗുരുമഹിമ. ഗുരുപാദുക മഹിമ അല്ലെ? അപ്പൊ ഗുരുഭക്തിയുടെ മഹിമ. ഗുരുഭക്തി കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. വലിയ സങ്കല്പങ്ങൾ പോലും നിസ്സാരമായിട്ട് നടക്കുന്നത് കാണാം. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സങ്കല്പം ചെയ്താലും അത് നടക്കും എന്നർത്ഥം. അപ്പൊ അനുഭവങ്ങൾ ഉള്ളവർക്ക് അത് അറിയാം ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കഴിവൊന്നും അല്ല, എല്ലാം ഗുരുകരുണയാണ്, ഗുരു അനുഗ്രഹമാണ്. ഇത് തിരിച്ചറിയണം. 100% അതിന്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഇന്ന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ ആ കഴിവ് ദേവി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഗുരുവിന്റെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ പാദത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായിരിക്കുന്ന ഗുരു അനുഗ്രഹം കൊണ്ടാണ് എന്റെ സാധനാ തലത്തില് പൂർണ്ണമാക്കാനും അത് പൂർത്തീകരിച്ച് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്നതിന്റെ എന്തെങ്കിലും 1% അല്ലെ? 1%-ന് താഴേന്ന് വേണമെങ്കിലും പറയാം. 100-ല് 1 താഴെ പോലും എനിക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന എന്റെ ഗുരുക്കന്മാരെ കുറിച്ചും ദേവിയെ കുറിച്ചും എന്തെങ്കിലും പറയാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഇതിനകത്ത് വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം എന്റേതാണ്, അനുഗ്രഹങ്ങളെല്ലാം എന്റെ ഗുരുവിന്റെയാണ്. പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അതിനെയാണ് നമ്മൾ ഗുരു കരുണ എന്ന് പറയുന്നത്. അപ്പോ
അഖിലേഷ്ടദാഭ്യാം, സംശയം വേണ്ട, അനുഭവമാണ്, സത്യമാണ് എന്ന് പൂർവികരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അഖിലേഷ്ടദാഭ്യാം സ്വാഹാ സഹായാക്ഷ, സ്വാഹ സഹായാക്ഷ ദുരന്തരാഭ്യാം. ദുരം എന്ന് പറഞ്ഞാല് കാളകളുടെ കഴുത്തിൽ കെട്ടുന്ന നുകം. അപ്പൊ ദുരത്തെ ധരിക്കുന്നവൻ ദുരന്ധരൻ, അല്ലെ? കാളകള്. അപ്പൊ ശ്രേഷ്ഠൻ, ഇല്ലെങ്കിൽ നമുക്ക് ഭാരവാഹി എന്നൊക്കെ പറയാം. ഭാരം എടുക്കണമെങ്കിൽ എന്താ വേണ്ടേ? നമ്മുടെ കഴുത്തിൽ ഒരു നുകം വെച്ചിരിക്കണു, കാളകളെ പോലെ വണ്ടി വലിക്കണു എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? എല്ലാ കുടുംബ ഭാരങ്ങളും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തിന്റെങ്കിലും ഭാരം ഏറ്റെടുക്കുന്നവര് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, രാഷ്ട്രത്തിലാകട്ടെ, ശ്രേഷ്ഠൻ, കഴിവുള്ള ആളായിരിക്കണം, എങ്കിലേ ഈ ഭാരം എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ 135 കോടി ജനങ്ങളുള്ള ഭാരതത്തിലെ ഭാരം ചുമക്കാൻ കഴിവുള്ള ആളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഈ ഒരു പദവി കൊടുത്തിരിക്കുന്നത്, അല്ലെ? ശ്രീ മോദിജി ഒരു കാളയെ പോലെ നമ്മുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും രാഷ്ട്രത്തിന് വേണ്ടി, ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്ക് വേണ്ടി തീർക്കാനായിട്ട് സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണ് ജനങ്ങള് ഭാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ സ്ഥാപനത്തിലെ ദുരന്തരന്മാർ, ശരിക്കും ഋഷഭന്മാർ എന്നാണ് അതിനർത്ഥം. ഓരോ സ്ഥാപനത്തില്, അല്ലെങ്കിൽ നമുക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നവര്, അതിന് കഴിവുള്ളവരെയാണ് നമ്മൾ അതിന് തിരഞ്ഞെടുക്കുന്നത്. ആ ചുമതലകൾ എടുത്ത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ആ വിശ്വാസമുള്ളവർക്ക് നമ്മൾ ആ ചുമതലകൾ ഏൽപ്പിക്കാറുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ കുടുംബഭാരങ്ങള്, കുടുംബനാഥൻ എന്ന് പറയുന്നതാണ് കുടുംബഭാരങ്ങള്, മക്കളുടെ, ഭാര്യയുടെ എല്ലാം തന്നെ അവര് കണ്ടറിഞ്ഞ് ചെയ്യണം. അപ്പൊ ഒരു ചെറിയ കുടുംബം മുതൽ രാഷ്ട്രം വരെ എല്ലാ ഭാരങ്ങളും എടുക്കാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ ദുരന്തരന്മാർ എന്ന് പറയുന്നത്. ഇവിടെ ദുരന്തരാഭ്യം എന്ന് പറഞ്ഞാൽ എന്താ? സമർത്ഥമായത് എന്നർത്ഥം. അപ്പൊ സ്വാഹാ സഹായാക്ഷൻ എന്നത് മഹാദേവന്റെ, ശിവന്റെ ഒരു പര്യായ പദമാണ് സ്വാഹാ സഹായാക്ഷൻ എന്നുള്ളത്. എങ്ങനെ അങ്ങനെ വരുന്നത്? നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല, അല്ലെ? സ്വാഹ എന്ന് പറഞ്ഞാല് അഗ്നിയുടെ ഭാര്യ, അല്ലെ? അഥവാ നന്നായിട്ട് ആഹ്വാനം ചെയ്യുക, ഹോമദേവതയെ വിളിക്കുക. നമ്മൾ സ്വാഹ എന്ന് പറഞ്ഞിട്ടാ നെയ്യ് ഒഴിക്കുന്നത്, അല്ലെ? സമുത്തുക്കൾ അഗ്നിയിലിടുന്നത്. അതുകൊണ്ട് അഗ്നിയുടെ ഭാര്യ സ്വാഹയാണ് ഈ എന്താ പറയാ ഹവിസ് ദേവന്മാർക്ക് എത്തിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോ നമ്മൾ ഇന്ദ്രനെ എങ്ങനെയാ വിളിക്കുന്നത്? ഇന്ദ്രായ ഇദം മമ സ്വാഹ. നമ്മൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ, നെയ്യ് ഒഴിക്കുമ്പോൾ സ്വാഹയിലൂടെ മാത്രമേ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ ദേവന്മാർക്ക്. ഇത് ഇന്ദ്രനുള്ളതാണ്, വന്ന് സ്വീകരിച്ചാലും. അപ്പൊ ഹവിസ് കൊടുക്കുന്ന മന്ത്രമാണ് സ്വാഹ. അപ്പോ യമായ സ്വാഹ, അഗ്നേ സ്വാഹ, ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് നമ്മൾ ഹവിസ് കൊടുക്കുന്ന മന്ത്രം, അല്ലെ? ഗണപതിയെ സ്വാഹ. അപ്പൊ എന്താണ് സ്വാഹ എന്ന് ചോദിച്ചാല് സുഷ്ടുവായ ആവാഹനം, നന്നായിട്ട് വിളിക്കുക, നന്നായിട്ട് ഹോമിക്കുക, അല്ലെ? സ്വാഹ ഒരു മന്ത്രമാണ്. അപ്പൊ സ്വാഹയുടെ ഭർത്താവാണ് അഗ്നി, അല്ലെ? അപ്പൊ സ്വാഹ സഹായൻ എന്ന് പറഞ്ഞാൽ ആര്? അഗ്നിയാണ്. അപ്പോ ദക്ഷപുത്രി, അതായത് ബ്രഹ്മാവിന്റെ പുത്രനായിരിക്കുന്ന ദക്ഷപുത്രി, അവരില് സതിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ശിവനാണ്, അല്ലെ? സതിയെ വിവാഹം ചെയ്തത് ശിവനാണ്. അപ്പൊ ദക്ഷപുത്രിമാരായ 16 പേരിൽ സതിയുടെ ജ്യേഷ്ഠത്തിയാണ് സ്വാഹ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഹ അഗ്നിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ദക്ഷൻ. ഇനി വേറൊരു പുത്രി സ്വധ. നമുക്കറിയാം സ്വധ ആരാണെന്ന്. സ്വധയെ വിവാഹം കഴിച്ചിരിക്കുന്ന പിതൃക്കളുടെ തലവനായിരിക്കുന്ന ആര്യമാവാണ്. അപ്പോ നമുക്ക് ആരാണോ ആരെ സഹായിക്കുന്നത്, വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം സഹായിക്കുക, അല്ലെ? പിതൃക്കളുടെ തലവനായിരിക്കുന്ന ആര്യമാവ് എന്ന് പറയുന്നത് സ്വധയെ വിവാഹം കഴിച്ച ആളാണ്. നമ്മൾ സീതാ സഹായൻ രാമൻ, ഉമാ സഹായൻ ശിവൻ. അപ്പൊ അതുപോലെ സ്വാഹാ സഹായനാണ് അഗ്നി. അപ്പൊ അഗ്നിയെ അക്ഷമായിരിക്കുന്നവനാരോ അവൻ സ്വാഹാ സഹായ അക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാം തൃക്കണ്ണ്. ഭഗവാൻ ശിവന്റെ മൂന്നാം തൃക്കണ്ണ്, അല്ലെങ്കിൽ ത്രയംബകൻ, ത്രിനേത്രൻ, മുക്കണ്ണൻ, പ്രകടമായിട്ട് അഗ്നിയാണ്, അല്ലെ? 3 കണ്ണുള്ള ആളാണ് ശിവൻ. അപ്പൊ മഹാദേവന്റെ മറ്റു 2 കണ്ണുകൾ എന്തൊക്കെയാണ്? സൂര്യചന്ദ്രന്മാരാണ്. അപ്പൊ മഹാദേവന്റെ മറ്റൊരു പേരാണ് സ്വാഹാ സഹായാക്ഷൻ. നോക്കിക്കേ, ഇത് നമ്മളങ്ങനെ ഒരു സഹസ്രനാമത്തിലൊന്നും ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. വളരെ വിശേഷമായിരിക്കുന്ന ഒരു പേരാണ്. അപ്പൊ മഹാദേവനെ പോലെ ശ്രേഷ്ഠനാണ്, അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിവുള്ള ആളാണ് അദ്ദേഹം. സംഹാര രുദ്രനുമാണ്, അല്ലെ? ക്ഷിപ്രപ്രസാദിയുമാണ്.
അപ്പൊ എന്നാ ആ അനുഗ്രഹം കൊടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോ മഹാദേവനെ പോലെ ശ്രേഷ്ഠമാണ് ഗുരുപാദുകങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ മഹാദേവന്റെ നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഉള്ളവ അതാണ് ഈ ഗുരുപാദുകങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മഹാദേവന് തുല്യമായിട്ട് ആരാധിക്കേണ്ടവയാണ് ഗുരുപാദുകങ്ങൾ. ക്ഷിപ്രപ്രസാദിയുമാണ്, ക്ഷിപ്രകോപിയുമാണ്. അല്ലെ? അടുത്തത് എന്താ? സ്വാന്താശ്ച ഭാവപ്രദപൂജനാഭ്യാം. സ്വന്തം എന്നാൽ എന്താ? ആ ഒരു സ്വന്തം അന്ധക്കരണം, അവനവന്റെ ഉള്ളില്, അവനവന്റെ ഉൾഭാഗം, സ്വ അന്തം. അപ്പോ സ്വ അന്തം എന്ന് പറഞ്ഞ അച്ഛഭാവം, സ്വ അന്തം. അച്ഛഭാവം എന്ന് പറഞ്ഞാല് സ്വാച്ഛഭാവം, നിർമ്മല ഭാവം, സ്വച്ഛന്ത ഭാവം, അന്ധകരണ ശുദ്ധി എന്നർത്ഥം. അപ്പൊ നമ്മൾ ഇതിനെ പിരിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. അന്ധകരണ ശുദ്ധി പ്രദം, അത് ദാനം ചെയ്യാൻ കഴിവുള്ളവയെ അവയാണ്. അപ്പൊ അതിനെ പൂജിക്കേണ്ടതാകുന്നു. അപ്പൊ നമ്മുടെ അന്ധകരണ ശുദ്ധി നൽകാൻ കഴിവുള്ളതാണ് ഈ ഗുരുപാദുകങ്ങള്. അതിനു വേണ്ടിയിട്ട് ഗുരുനാഥന്റെ പാദുകങ്ങള് പൂജിക്കേണ്ടതാകുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തില് നൈർമല്യം ഉണ്ടാകാനായിട്ട്, അല്ലെ, നല്ല ഗുണങ്ങൾ വച്ചേരാൻ, ദോഷങ്ങളൊക്കെ പോകാനായിട്ട് പൂജിക്കപ്പെടേണ്ടതാണ് ഗുരുനാഥന്റെ പാദുകങ്ങളിലുള്ള ഭക്തിയും ശ്രദ്ധയും വിനയവും. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എന്താണ്? അജ്ഞാനം മാറി അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ സ്വാന്താസ്യ ഭാവപ്രദപൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അങ്ങനെയുള്ള ഗുരുപാദകങ്ങൾക്കായിട്ട് നമോ നമഃ, നമോ നമഃ. അല്ലെ? ശരിക്കും പറഞ്ഞാല് എക്സ്പീരിയൻസ്, ഈ സെൽഫിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്താ? നമുക്കൊരു പെർമനന്റ് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ, നമ്മളെ ഈ ഒരു എല്ലാ ആഗ്രഹങ്ങളും അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാദക സ്മരണം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. എല്ലാ ഇഷ്ടങ്ങളും സാധിക്കാനുള്ള അനുഗ്രഹം വന്നു ചേരുന്നു എന്ന് അർത്ഥം. അഖിലേഷ്ടദാഭ്യാം. ഇപ്പൊ സിദ്ധബാരി, കാശി തുടങ്ങിയ സ്ഥലങ്ങള് അനേകം സിദ്ധന്മാര് തപസ് ചെയ്ത സ്ഥലങ്ങളാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ പോകുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിയെ ഉണർത്താനായിട്ട്. ബാഹ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലടത്ത് അവരുടെ ആ ശക്തി മണ്ഡലം ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലങ്ങളെയൊക്കെയാണ് നമ്മൾ സിദ്ധബാരി, സിദ്ധന്മാര് തപസ് ചെയ്ത സ്ഥലം. അതുപോലെ തന്നെയാണ് കാശി. അപ്പൊ അവിടെ എന്താണോ നമ്മുടെ സങ്കല്പം, കർമ്മം, അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. കാരണം അവിടെ നല്ല കർമ്മങ്ങൾ ചെയ്താല് അതിന്റെ ഫലം ഉറപ്പാണ്. അവിടെ മോശം കർമ്മങ്ങളാണ് ചെയ്തെങ്കിൽ അതിനും ഫലം ഉറപ്പാണ്. അതാണ് സങ്കല്പം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് പോലും വളരെ സൂക്ഷിച്ച് മാത്രം ആഗ്രഹിക്കേണ്ട സ്ഥലങ്ങളാണെന്ന് അർത്ഥം ഇത്. നമുക്ക് അവിടെ ചെന്ന് ഇഷ്ടം പോലെ ഒന്നും പ്രവർത്തിക്കാൻ യാതൊരു വിധത്തിലും എന്താ പറയാ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അവിടെ അനേക സിദ്ധന്മാരൊക്കെ തപസ് ചെയ്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വിചാരിക്കുന്ന എന്ത് വേണോ നൽകുന്നതാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഇവിടങ്ങളിൽ പോകേണ്ടത്. കാശിയിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കണ്ടു, അല്ലെ? നമ്മൾ അവിടെ ചെന്ന് ആരെയും കുറ്റം പറയാൻ പാടില്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഗുരുപരമ്പരയെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ 1000 പ്രാവശ്യം പറഞ്ഞാണ് നമ്മൾ അവിടെ പോയത്. ഇനി മനസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ അനുഭവം? അവിടെ എന്ത് ചെയ്താലും വർദ്ധിക്കും, കുറയില്ല. അപ്പൊ അതുകൊണ്ടാണ് നന്മ മാത്രം ചെയ്യണം, തെറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ശങ്കര ഭഗവത് പാദർ ശിവന്റെ തന്നെ അവതാരമായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ പാദുകങ്ങളാണ് ഈ 4 ശങ്കര മഠങ്ങളിലും പൂജിക്കപ്പെടുന്നത്. ഈ പൂജയിലൂടെ പൂജിക്കുന്ന ആളിന്റെ മനസ്സ് ശുദ്ധമാകുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ മൈൽ സ്റ്റോൺസ് കാണാം, അല്ലെ? എത്ര കിലോമീറ്റർ, ഇനി എത്ര ദൂരമുണ്ട്, നമ്മൾ എവിടെ കാറിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എത്ര ദൂരം കൂടെ ഉണ്ടെന്ന്. അപ്പൊ അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെ? അതുപോലെ നമുക്ക് ആ ഒരു സെൽഫ് എക്സ്പീരിയൻസ് കിട്ടാനുള്ള യാത്രയില് ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെ? ചില മൈൽ സ്റ്റോൺസ് ഉണ്ട്. ദേർ ആർ സം മൈൽ സ്റ്റോൺസ് എന്ന് പറയാറുണ്ട്. ഭഗവത്ഗീത പറയണു 6ാം അധ്യായത്തില് 3 എന്താ പറയാ, ഒരു 3 പോയിന്റേഴ്സ്, 3 കാര്യങ്ങൾ ഉണ്ടെന്ന് പറയണു. എന്തൊക്കെയാണത്? ആ ഒരു ഭയങ്കരമായിട്ട് വെൻ അവർ മൈൻഡ് ഹാസ് നോ ക്രേവിംഗ് ഫോർ സെൻഷ്വൽ പ്ലഷേഴ്സ്, അല്ലെ? ആ ഒരു എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള മനസ്സ് ഇൻട്രോവേർട്ട് ആയിട്ട് തീരുന്നു. റെസ്റ്റ്ലെസ് മൈൻഡ് എന്തായിട്ട് തീരുന്നു? ക്വയറ്റ് ആയിട്ട് തീരുന്നു, അല്ലെ? നമ്മുടെ ആ ഒരു സെൽഫിനോട് ചേർന്നിരിക്കുന്നു. രണ്ടാമത് സർവസങ്കല്പ സന്യാസി. എന്താണ് സർവസങ്കല്പ സന്യാസി?
ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമാജിനേഷൻ അല്ലെ, കംസ് ഔട്ട് ഓഫ് ദ ഫാൻസിഫുൾ ഇമാജിനേഷൻ, റിജക്റ്റിംഗ് ഹാപ്പിനെസ് ഫ്രം ഔട്ട്സൈഡ്. ശരിക്കും പറഞ്ഞാൽ പുറത്തെ എല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു അകത്തിരിക്കുന്ന പ്രിസർവിങ് ദ വൈറ്റാലിറ്റി ആൻഡ് എനർജി ഇൻസൈഡ് ഇറ്റ് സെൽഫ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്യൂരിഫൈഡ് മൈൻഡിന്, ശുദ്ധമായ മനസ്സിന് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് യോഗാരൂഢ തഥാ ഉച്യതേ എന്ന് പറയാൻ കാരണം. ശരിക്കും ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ഫോർ കണ്ടംപ്ലേഷൻ. അവിടെയാണ് നമുക്ക് ആ ഒരു നിധിധ്യാസനം തുടങ്ങാൻ നമ്മൾ പാകപ്പെടുന്നത്. കാരണം ആ ഒരു രജോ ഗുണം, ഈ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് എവിടുന്ന? രജോ ഗുണവും തമോ ഗുണത്തിൽ നിന്നാണ് അല്ലെ. നമ്മൾ ഡെയിലി വേർഷിപ്പ് ഓഫ് ഗുരുപാദുകം, എന്നും ഗുരുപാദുക സ്മരണ ചെയ്യുമ്പോൾ ആ നമ്മുടെ മനസ്സിന് ഒരു പ്യൂരിറ്റി, ഒരു ശുദ്ധത ഉണ്ടാകും. ഈ തലത്തിലാണ് നമ്മൾ പുറത്തു തിരിയുന്ന ആത്മസുഖത്തിനെ നമുക്ക് ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ശരി, ഇതിനെയാണ് നമ്മൾ ജോയ് ഓഫ് സാധന. നമ്മൾ സാധന ചെയ്യുന്നതിന്റെ ഒരു സുഖം, സന്തോഷം അപ്പോഴാണ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ സാധന തുടങ്ങിയിട്ടും നമ്മുടെ മനസ്സ് പുറത്താണ് നിൽക്കണമെങ്കിൽ ആ സുഖദുഃഖങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിൽ തിരമാലകളെ പോലെ നമ്മളെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, ഉയർന്നും താഴ്ന്നും പോകും ഇല്ലേ. ഈ സത്യത്തെ നമ്മൾ വിവേക ബുദ്ധിയോടുകൂടി മനസ്സിലാക്കി വൈരാഗ്യം ഉണ്ടാവണം. എല്ലാത്തിനും നമ്മൾ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ ഇൻട്രോവേർട്ട് ആവണം. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാവും. പിന്നെയാണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. ആ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് നമ്മുടെ സാധനയുടെ സുഖം നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് രാസലീല, കൃഷ്ണനും ഗോപികന്മാരുമായിട്ടുള്ള രാസലീല. രാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉയർന്ന രസമാണത് അല്ലെ. ഏറ്റവും സന്തോഷം, തന്റെ കൃഷ്ണനെ ഉള്ളിൽ കണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ആടുന്ന ലീല, അതിനെയാണ് രാസലീല എന്ന് പറയുന്നത്. ആ ജീവ ബ്രഹ്മ ഐക്യം. ന ഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് അല്ലെ. ഭാവ സംശുദ്ധി എന്ന് പറയുന്നതിന് എല്ലാവരുടെയും അന്തരാത്മ ദൃക്കായിട്ടിരിക്കുന്ന ആ ദൃക്കിനെ, ദൃശ്യങ്ങളിൽ നിന്ന് മാറി നമ്മളിപ്പോ എവിടെയോട്ട് വന്നു? സ്വന്തം ആത്മാവായിരിക്കുന്ന ദൃക്കിലേക്ക് വന്നു അല്ലെ. ആ ദൃക്കിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് ആ ദൃക്കിനെ കാണാൻ സാധിക്കും. ബിക്കോസ് ഞാൻ ദൃശ്യങ്ങളല്ല, ഡ്യുവാലിറ്റിയിൽ നിന്ന് ആ അദ്വൈതത്തിലോട്ട് വരികയാണ്. ഞാൻ ദൃക്കാണ്, ദൃശ്യങ്ങളല്ല. അപ്പൊ ഞാൻ ദൃക്കാണെങ്കിൽ എന്താ? നിങ്ങളുടെ ഉള്ളിൽ എല്ലാം ഇരിക്കുന്ന ദൃക്കിനെ എനിക്ക് കാണാൻ സാധിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞ സാധനയുടെ പൂർണ്ണമായിരിക്കുന്ന ലക്ഷ്യം. അത് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഗുരുപാദുകങ്ങളെ സ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കിവിടെ എന്താ പറയാ നടത്തി തരുന്നു അല്ലെ. എന്താണ്? സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം സ്വാഹാ സഹായാക്ഷ ദുരന്തരാഭ്യാം സ്വാച്ഛാന്ത ഭാവപ്രദ പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് പറയുമ്പോഴും ഒരു സാധകന്റെ ജീവിതത്തിലെ ഓരോ തലത്തിലേക്ക് അല്ലെ. ഇനി 9ാമത്തെ തലം, നമ്മൾ താഴേന്ന് യാത്ര ചെയ്യുന്ന ഒരു സാധകനെ സംബന്ധിച്ച്, താഴേന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരീരത്തില്, യോഗമാർഗത്തില് നമ്മൾ ഭൂമിയിൽ പതിച്ച മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് താഴെയിൽ നിന്ന് മുകളിലേക്കുള്ള യാത്ര. ഇനി ബാഹ്യമായിട്ട് നമ്മൾ ഉയരത്തിലിരുന്ന നമ്മളില്ലേ, ആ സ്വർഗത്തിലൊക്കെ ഇരുന്നു എന്ന് പറയുന്നു. എവിടെയാണ്? ഉയർന്ന മണ്ഡലങ്ങളിലോ താഴ്ന്ന മണ്ഡലങ്ങളിലോ നമുക്കറിയില്ല. എന്തായാലും ഭൂമിയിൽ പതിച്ച നമ്മളും അവിടുന്ന് നമ്മൾ ഉയരേണ്ടത്. ഇനി താഴോട്ടല്ല പോവേണ്ടത്. ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ ഭൂമിയിൽ ഉയർന്ന തലങ്ങളിലേക്കാണ് പോവേണ്ടത്. അപ്പൊ അങ്ങനെ 8 തലങ്ങൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. 9ാമത്തെ തലം, നമുക്ക് ശരീരം എന്ന് പറയുന്നത് 9 തലങ്ങളുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഷഡ്ചക്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത 3 ചക്രങ്ങളാണ് നമ്മുടെ ആ ആജ്ഞാചക്രത്തിന് മേളിലുണ്ട് എന്ന് പറയുന്നത്, ഗുരുചക്രം ഉൾപ്പെടെ. തിരിച്ച് 9, ഈ ആജ്ഞാചക്രം കഴിഞ്ഞ് 9 തലങ്ങൾ പറയുന്നുണ്ട് യോഗശാസ്ത്രം. ഇവിടെ 3 ചക്രങ്ങളും കൂടെ പറയുന്നുണ്ട് നമുക്ക് സഹസ്രാരത്തിൽ എത്തുന്നതിന് മുമ്പ്. അതിന് നമ്മളെ ഗുരു എങ്ങനെയാ സഹായിക്കുന്നത്? ഇപ്പൊ 8 വഴികൾ പറഞ്ഞു തന്നു അല്ലെ. 8 ശ്ലോകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ 8 മാർഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ മാറ്റണം, എങ്ങനെയാണ് നമുക്ക് ഗുരുപാദുകങ്ങളെ സ്മരിച്ചുകൊണ്ട്, കാരണം ശിരസിലാണ് ഗുരുപാദുകങ്ങൾ, നമ്മുടെ ലക്ഷ്യസ്ഥാനം ഈശ്വരനാണ് ഇല്ലേ. അവിടെ തന്നെയാണ് ഗുരുപാദുകങ്ങളും ഇരിക്കുന്നത്. അപ്പൊ ഗുരു ഈശ്വരൻ തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് ഈ വ്യത്യാസം എന്ന് പറയുന്ന ത്രിപുടി മാറ്റാനാണ് ഇതെല്ലാം തന്നെ. ശ്രീചക്രം വേറെ, ഗുരു വേറെ, ദേവി വേറെ, എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ കണ്ടില്ലേ, അഖില ദേഹിനാം അന്തരാത്മദൃക്. ആ അന്തരാത്മാവായിട്ടിരിക്കുന്ന ദൃശ്യ വിവേകം അതാണ്. ദൃക്കിനെ അറിഞ്ഞ ദൃശ്യങ്ങളെല്ലാം വന്നു പൊക്കോട്ടെ, കുഴപ്പമില്ല.
കാരണം ഇന്ന് ഈ പ്രപഞ്ചത്തിലെ കലിയുഗം എന്ന് പറയുന്ന കലി എന്ന് പറയുന്ന മായ വളരെ 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 കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. കാരണം 5000 വർഷം കഴിഞ്ഞു എന്ന് പറയണു. ശരിക്കും കലിയുടെ താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് എവിടെ നോക്കിയാലും പ്രത്യേകിച്ച് ഭാരതഭൂമി ഇത്രയും എത്രത്തോളം നമ്മൾ കണ്ടു നമ്മുടെ ലക്ഷ്യം ഉയർന്നതാകുന്നു അത്രത്തോളം തടസ്സങ്ങൾ വന്നു ചേരുകയാണ്. ഇന്നത്തെ നമുക്ക് ആ ഒരു യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന യുവതലമുറയെ നമുക്ക് ഓരോ ദിവസവും കാണുമ്പോൾ ഈ ഓരോ നമുക്ക് വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ 30-40 വയസ്സ് വരെയുള്ള ആളുകൾ അത്രയധികം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈശ്വരനെ അറിയില്ല, ഗുരുവിനെ അറിയില്ല, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കൊച്ചു കുട്ടികള് പെൺകുട്ടികള് 25 വയസ്സിന് താഴെയുള്ള ഒരു വയലിൽ നിന്ന് ഇന്നിപ്പോ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം യൂട്യൂബിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ മോശമായിട്ട് കുറെ കുട്ടികള് എന്താ ഡ്രഗ്സ് കഴിച്ചിട്ട് വയലിൽ കിടക്കുകയാണ്. അത് ഏത് കോളേജിലെ കുട്ടികളെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ന് എന്താ പറയാ സമൂഹം ഓരോ ദിവസവും അല്ലെ ആ ഒരു തെറ്റായിട്ടുള്ള ചിന്തകള് തെറ്റായിട്ട് എന്ത് ചെയ്താലും ഒന്നും ആരെയും ഭയമില്ല. എന്ത് വന്നാൽ അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് അങ്ങനെ ഒരു പോകുന്ന എന്താ പറയാ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോകുന്ന ഒരു സമൂഹത്തില് നമുക്ക് ഈ നമ്മുടെ ചെറിയ ആ ഒരു മനസ്സ് വെച്ച് ആ തുഴ വെച്ച് ഈ ഗുരുപാദുകങ്ങളെ വെച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ തന്നെ വളരെ പാടാണ്. കാരണം എല്ലാവരുടെയും ദുഃഖത്തിന്റെ നിശ്വാസങ്ങൾ കലർന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർ എത്രമാത്രം ദുഃഖിക്കും അല്ലേ? ആ ദുഃഖങ്ങളുടെ നെടുനിശ്വാസങ്ങളാണ് പ്രപഞ്ചം മുഴുവനും നിറയുന്നത്. പ്രപഞ്ചത്തിന് തന്നെ താളപ്പിഴ വരുന്ന എന്താ? നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ് കർമ്മങ്ങളുടെ ഫലം അതിന്റെ ഒരു ഭാഗവക്കാകുകയാണ് നമ്മളും. അപ്പൊ ആ ഒരു ഇത് നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സ്ട്രോങ് ആയിട്ട് ഈശ്വരനെ പിടിച്ചെങ്കിലേ പറ്റൂ. ഇപ്പൊ ത്രേതായുഗത്തിലും ദ്വാപര യുഗത്തിലും ഒക്കെ കുറച്ച് ജപിച്ചെങ്കിൽ ഇപ്പോഴോ 24 മണിക്കൂർ ജപിച്ചാലും പെട്ടെന്നാണ് നമ്മളെ ഓരോന്ന് അഫക്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് അന്തരീക്ഷം മലിനീകരണപ്പെട്ടു. അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വരുന്നതല്ല. ഭൂമിയിൽ നിന്ന് വരുന്നത് ഭൂമിക്കറിയാം എങ്ങനെയാ അത് വൃത്തിയാക്കേണ്ടതെന്ന്. അവിടുന്ന് ഒരു മലിനീകരണം വരില്ല. മനുഷ്യന്റെ ദുഷിച്ച മനസ്സ്, ആ ദുഷിച്ച വികാരങ്ങള് എല്ലാരെയും എങ്ങനെ പറ്റിക്കാം, ബാക്കിയുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം, ചെറിയ കുട്ടികൾ അവരുടെ തലമുറ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിലെ പ്രശ്നം ചിന്തിച്ചു നോക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ മാത്രമല്ല എല്ലാ കുട്ടികളും വളരുന്ന കുട്ടികളാണ് അല്ലേ? അവരുടെയൊക്കെ ഈ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് വളരെ ദുഃഖം തോന്നും. കാരണം നമുക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പറയുന്ന അന്തരീക്ഷവും പ്രപഞ്ചവും ഒക്കെ ശാന്തമാവട്ടെ ശാന്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഇത് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനും നമ്മുടേതായിട്ട് ഒരു ചെറിയ ഇത് എല്ലാവരും നന്നായിരിക്കട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയാനെങ്കിലും നമുക്ക് പറ്റണം. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സാധന മാർഗത്തിൽ പ്രവേശിച്ചാലും അവിടുന്ന് വീണു പോകാനും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇത്രയും ടെംപ്റ്റഡ് ആവുന്നത്? മനസ്സ് നെഗറ്റീവ് എനർജി പെട്ടെന്ന് അഫക്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ ജപിച്ച് നമ്മളിലോട്ട് ഒതുങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പ്രപഞ്ചത്തില് എവിടെയും കുത്തും കൊലപാതകവും ആളുകളുടെ ശാപവാക്കുകളുമായിട്ട് പ്രപഞ്ചം നിറയുമ്പോൾ ആ വായു മണ്ഡലം എന്ന് പറയുന്നത് വളരെ മലിനപ്പെടുകയാണ്. നമ്മുടെ എല്ലാം അതുകൊണ്ടാണ് ഹിമാലയത്തിലും നദീതടങ്ങളിലും ഒക്കെ ആളുകൾ ജപിക്കാനൊക്കെ പോകുന്നത്. ഇനിയിപ്പോ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു തെറ്റെന്ന് പറയുന്ന തെറ്റും ശരിയും തന്നെയാണ്. ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശരികളുടെ കൂടെ മാത്രമായിരിക്കും. ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ തന്നെയായിരിക്കും. പക്ഷെ അതുപോലും ഈ കലിയുഗത്തില് ഓരോ ദിവസവും ബുദ്ധിമുട്ടായിട്ട് വരികയാണ് എന്ന് പറയുകയായിരുന്നു. നമ്മളിങ്ങനെ പഠിക്കുകയും കേൾക്കുകയും കുറച്ച് സമയമെങ്കിലും ഇതിൽ നിന്നില്ലെങ്കിൽ നമുക്ക് പോലും നെഗറ്റീവ്സ് വന്ന് ചേരാം. കാരണം നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ട് ഈ പറയുന്ന ഗുരുപാദക സ്തോത്രമാണെങ്കിലും ദേവിക്ക് കൊടുക്കുന്ന ഉപചാരങ്ങളാണെങ്കിലും കഴിയുന്നതും നമ്മൾ കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കുക. കാരണം ഈ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാതിരിക്കാൻ. കാരണം കണ്ണ്, ചെവി, അല്ലെ, നാക്ക് ഇതെല്ലാത്തിലൂടെ നമുക്ക് ഓരോന്നും കർമ്മങ്ങള്, കാരണം കർമ്മങ്ങൾ വന്നു ചേരുന്ന വഴികളാണ് ഇതൊക്കെ. അങ്ങനെ ആ വഴികളെയൊക്കെ നമ്മളൊന്ന് എന്താ പറയാ അടയ്ക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് മുമ്പോട്ട് പോകാനായിട്ട്. എന്തായാലും ശരി, അവസാനത്തെ ശ്ലോകമാണ് ഗുരുപാദക സ്തോത്രത്തിലെ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാമാദി സർപ്പ വ്രജഗാരുഡാഭ്യാം വിവേക വൈരാഗ്യ നിധി പ്രദാഭ്യാം ബോധപ്രദാഭ്യാം ദ്രുതമോക്ഷദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ഇതിലെ 4 വിശേഷണങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ ശ്ലോകമാണ്. ഒന്ന് എന്താണ്? കാമാദി സർപ്പ വ്രജകാരുടാഭ്യാം.
രണ്ടാമത്തത് വിവേക വൈരാഗ്യ നിധി പ്രദാഭ്യാം, 3 ബോധപ്രദാഭ്യാം, 4 ദ്രുതമോക്ഷദാഭ്യാം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അപ്പോ ഗാരുഡാഭ്യാം നമഃ അല്ലെ. അപ്പോ രണ്ടാമത്തത് ഗരുഡന്മാർക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഗരുഡ ഭാവമാണ് ഗുരുനാഥന്റെ പാദുകങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പേ നമ്മൾ ഗരുഡനെ കണ്ടു ഇല്ലേ. അപ്പൊ എന്തിന്റെ മുമ്പിലാണ് ഈ ആ ഭാവം എന്ന് ചോദിച്ചാല് കാമാതി സർപ്പ വ്രജങ്ങള് അല്ലെ. കാമാതി സർപ്പ വ്രജങ്ങൾ, വ്രജങ്ങൾക്ക് ഗരുഡൻ, ആ ഒരു ഗരുഡന്റെ അതായത് ഗരുഡനെ പോലെയാണ്, ഗരുഡ സമാനമാണ് ഗുരുപാദകങ്ങൾ എന്ന് പറയുന്നത്. ഗരുഡ തുല്യമാണ് ഗുരുപാദകങ്ങൾ. കാമാതി സർപ്പ വ്രജം, വ്രജം എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെ. അപ്പൊ കാമാതി സർപ്പ കൂട്ടങ്ങള് എന്തൊക്കെ ഈ കാമാതി സർപ്പ കൂട്ടങ്ങള്? നമ്മളെപ്പോഴും ഷഡ്വൈരികൾ, ഷഡൂർമികൾ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സവും ഉണ്ടാക്കുന്നതാണ് അവര്. ആരാ ഇത്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം അല്ലെ. ഇതിനെയാണ് നമ്മുടെ കാമാതി സർപ്പക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കാമാതി സർപ്പങ്ങള് ഇത് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അവയൊക്കെ തന്നെ എന്താ പറയാ, അവയൊക്കെ നമ്മളെ ദംശിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അവര് വിഷസർപ്പങ്ങളാണ് ഇല്ലേ. നമ്മളെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. ആ വിഷം നമ്മുടെ ഉള്ളില് അവര് പരത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളില് ആ വിഷം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ? ഈ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഈ 6 പാമ്പുകളെ ചുറ്റിക്കടന്ന് 6 ചക്രങ്ങളിൽ കിടന്നിട്ട് അവരുടെ വിഷം അല്ലെ. അവരുടെ വിഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ തോന്നലുകള്, ഇന്നതാണ്, ഇതാണ്, എനിക്കിത് വേണം അല്ലെ. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ശരീരം ആദ്യത്തെ ഇതെന്താ? കാമം. എനിക്ക് ഇന്നത് വേണം, ഇത് എന്റേതാണ് അല്ലെ. എല്ലാം ഏത് വസ്തുക്കളോടാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും അത് കിട്ടാതെ വരുമ്പോ എന്ത് വരുന്നു? ക്രോധം. ബേസിക് 2 സർപ്പങ്ങളാണ് കാമവും ക്രോധവും. അവരുടെ മക്കളായിട്ടോ സഹോദരന്മാരായിട്ടോ ഒക്കെ കാണാം ബാക്കിയുള്ളവരെ. ഈ 2 പേർക്കാണ് ഏറ്റവും പ്രശ്നം. അവരാണ് ഫസ്റ്റ് വരുന്നത്. കാമം വരും, അതിന്റെ കൂടെ വരും ക്രോധവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ വിഷം കയറ്റുകയാണ് അവര്. നമ്മൾ വിഷം ബാധിച്ചവരാണ്, സർപ്പദംശനമേറ്റവരാണ്. കാരണം വിഷം ബാധിച്ച് ആ ഒരു മരണത്തിലേക്ക് അടുക്കണു അല്ലെ. കാമം എന്ന സർപ്പം അത് നമ്മളെ കടിച്ചു കഴിഞ്ഞു. പിന്നെയോ ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം ഇവയെല്ലാം തന്നെ സർപ്പങ്ങളാണോ എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ദംശിച്ച് നീറ്റി കൊന്നു. പെട്ടെന്ന് മരിച്ചെങ്കിൽ സാരമില്ല. ഇപ്പോഴോ ഓരോ കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ അനുഭവിച്ച് ഓരോ ദിവസവും 24 മണിക്കൂറും അല്ലെ, ദുഃഖങ്ങള്, വിഷമങ്ങള്, രോഗങ്ങള്, വ്യാധികള്, തടസ്സങ്ങള്, ഇതിങ്ങനെ നമ്മളെ നീറ്റി കൊല്ലുക എന്ന് പറയില്ലേ. അതുപോലെ ജീവിതത്തെ ദുരിതമാക്കുന്നു. ഈ ദുഷ്ടഗുണങ്ങളാണ്, ഈ സർപ്പങ്ങളാണ് നമ്മളെ കൊത്തുന്നത്. ഈ സർപ്പങ്ങൾക്ക് എന്താ ശരിക്കും ഈ പറയുന്ന 6 ഗുണങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ദോഷങ്ങൾ അല്ലെ. അപ്പൊ ഈ ദോഷങ്ങള് സർപ്പ സമാനമാണ്. എന്താ? ഈ വിഷബാധയേറ്റ് നമുക്ക് ഗുരുനാഥന്റെ പാദുകങ്ങള് ഗരുഡന്മാരെ പോലെയാണ്. 2 ഗരുഡന്മാരാണെന്ന് കണ്ടു അല്ലെ ഗുരുനാഥന്റെ പാദുകങ്ങള്. ഗരുഡൻ വരുന്നതോടുകൂടി എന്താ? സർപ്പങ്ങളെ മാളങ്ങളിൽ ഒളിക്കും അല്ലെ. ഗരുഡ മന്ത്രം എന്തിനാ ജപിക്കുന്നത്? വിഷം ഇറക്കുന്ന മന്ത്രമാണ്. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഗരുഡ മന്ത്രം. സാധാരണഗതി പണ്ടൊക്കെ വിഷവൈദ്യന്മാര് ഗരുഡ മന്ത്രം പ്രയോഗിച്ചിട്ടാണ് ഈ സർപ്പം ദംശിച്ചു കൊണ്ട് വരുന്നവരുടെ പുറത്തുനിന്ന് വിഷം ഇറക്കുന്നത്. വിഷബാധ അല്ലെങ്കിൽ വിഷം ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ അത്രയും ഉയർന്ന കഴിവുള്ള മന്ത്രമാണ് ഗരുഡ മന്ത്രം. അപ്പം ആ ഒരു ഗരുഡനെ സ്മരിക്കും. ആദ്യം തന്നെ വിഷവൈദ്യന്മാര് ഗരുഡനെ സ്മരിച്ച് ഗരുഡ മന്ത്രം ജപിച്ചതിന് ശേഷമാണ് കൊണ്ടുവരുന്ന രോഗിക്ക് മരുന്ന് പോലും കൊടുക്കുക. അപ്പൊ അങ്ങനെ വിഷം ഇറങ്ങി പോകുന്ന അവര് വിശ്വസിക്കുന്നു. അത് സത്യവുമാണ്. അപ്പൊ കാമാതി സർപ്പ വിഷബാധയിൽ നിന്ന് ഗരുഡനെ പോലെ രക്ഷിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഈ വക ദോഷങ്ങളിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന, ആനന്ദഭരിതരാക്കി സ്വസ്ഥ ചിത്തന്മാരാക്കുന്ന ഗുരുപാദകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ എന്താണ്? വിവേക വൈരാഗ്യ നിധി പ്രദാഭ്യം. 2 ട്രഷേഴ്സ് അല്ലെ. നമ്മളെ ട്രഷർ ഹണ്ടാണ് അല്ലെ. എവിടെയാണ് നമുക്ക് സന്തോഷം, സുഖം? ആ ട്രഷേഴ്സിനെ അന്വേഷിച്ച് അല്ലെ, നിധികളെ അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മള്. നമ്മുടെ ഉള്ളിൽ നിധി ഉണ്ടെന്ന് അറിയുന്നില്ല. ആ നിധിയെ അറിയാതെ നമ്മൾ നിലവറകൾ തോറും തേടി നടക്കുകയാണ്. എവിടെയാണ് നിധി? എനിക്ക് വേണം അല്ലെ. ഭൂമി കുഴിച്ച് എത്ര അടി ചെന്നാലും നിധി കിട്ടുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുകയാണ് ആ നിധി. ആ ട്രഷേഴ്സ്, ആ നിധി നമുക്ക് തരുന്നതാണ് ഈ ഗുരുപാദകങ്ങള്. നിധി പ്രദാഭ്യാം.
എന്ത് നിധികള്? വിവേക വൈരാഗ്യങ്ങളാകുന്ന നിധികള്. ഇവയാണ് നമ്മളെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്, അല്ലെ? അതിനെ കളയാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അത് കരുതി വെക്കണം. എന്താണ് ഈ ആത്മ അനാത്മ വിവേകം, ദൃഗ്ദൃശ്യ വിവേകം മുതലായിട്ടുള്ള വിവേക സാമർഥ്യം നമുക്ക് വേണം. അനാത്മാവിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് വേണം, അല്ലെ? ആ അനിത്യങ്ങളിൽ നിന്ന് നിത്യമായതിനെ കണ്ടെത്താനുള്ള വിവേകം വേണം. അതിനെയാണ് നമ്മൾ നിത്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിവേകം ഉണ്ടായി കഴിഞ്ഞാൽ വൈരാഗ്യം താനേ വരും, അല്ലെ? ഒന്നിനോടുമുള്ള അടിമത്തം, ഡിപ്പെൻഡൻസി ഇല്ലാതിരിക്കുക, സ്വതന്ത്രമായിട്ടിരിക്കുക, അതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ രാഗദ്വേഷങ്ങളില്ലാതെ ഒന്നിനെയും ആശ്രയിക്കാതെ ഇരിക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറൊരു നിധി ഇല്ല. അപ്പൊ വിവേക വൈരാഗ്യങ്ങളാകുന്ന നിധികളെ തരുവാൻ സമർത്ഥമായിരിക്കുന്നവയും. പിന്നെന്താ? ബോധപ്രദാപ്യം. ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മബോധം, അല്ലെ? ആത്മജ്ഞാനം, അവനവനെ കുറിച്ചുള്ള ബോധം, അഹം ബ്രഹ്മാസ്മി. ഈ ബോധം ഇത് പ്രദാനം ചെയ്യുന്നതാണ് ഗുരുപാദുകങ്ങള്. അപ്പൊ ഗുരുവിനെ ശരണാഗതി ചെയ്താൽ അദ്ദേഹം തത്വമസി മഹാവാക്യങ്ങൾ ഉപദേശിച്ചിട്ട് നമ്മുടെ ഉള്ളില് ആത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ ഈ 9 ശ്ലോകം പഠിക്കുമ്പോ തന്നെ നമുക്ക് എന്താ, ആ ശങ്കരാചാര്യ സ്വാമികളായിരിക്കുന്ന പരമഗുരു നമുക്ക് ഇതെല്ലാം നമ്മുടെ ഉള്ളില്, നമ്മുടെ ഗുരുക്കന്മാരിലൂടെ നമ്മളെ പ്രകാശിപ്പിക്കണം, നമ്മുടെ ഉള്ളില്, അല്ലെ? ആത്മബോധത്തെ പ്രകാശിപ്പിക്കുക. അങ്ങനെ അതെന്തായിട്ട് തീരുന്നു? ജ്ഞാനപ്രദങ്ങളാണ് ഗുരുപാദുകങ്ങള്. പിന്നെന്താ? ദ്രുത മോക്ഷദാഭ്യാം. ദ്രുതം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന്, അല്ലെ? സഡൻലി, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറയും. പെട്ടെന്ന് മോക്ഷത്തെ ദാനം ചെയ്യാൻ കഴിവുള്ളവയാണ് ഗുരുപാദുകങ്ങള്. ഗുരുപാദുകങ്ങളെ ആശ്രയിക്കുന്ന മാത്രയിൽ തന്നെ ആ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോക്ഷം പ്രദാനം ചെയ്യുന്നവയാണ്. അപ്പൊ അജ്ഞാനത്തെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിച്ച് നീ ബദ്ധനല്ല, നീ മുക്തനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആളാണ് ഗുരുനാഥൻ. അപ്പൊ ദ്രുത മോക്ഷം, അല്ലെ? എവിടെയെങ്കിലും പോയി എപ്പോഴെങ്കിലും മരണാനന്തരം കിട്ടേണ്ടതല്ല മോക്ഷം, ഇവിടെ ഇപ്പോ കിട്ടേണ്ടതാണ്, അല്ലെ? ഇനിയിപ്പോ ഇവിടെ ഇപ്പോ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്വരൂപം. ആ മറന്നതിനെ, അല്ലെ, നമ്മൾ മുക്തരാണ് എന്നുള്ള സത്യത്തെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ആളാണ് ഗുരുനാഥൻ. അതാണ് ഗുരുധർമ്മം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആത്മസ്വരൂപികളാണ്, നിത്യമുക്തരാണ്, സച്ചിദാനന്ദ കട്ടകളാണ്, അല്ലെ? എന്തിനാണ് വിഷമിക്കുന്നത്, കരയുന്നത്? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്രയധികം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. തത്വമസി. ഗുരുക്കന്മാര് നമ്മളോട് ഗർജിക്കുകയാണല്ലേ, തത് ത്വമസി, നീ അതാണ്, അതാണ്. നിങ്ങൾ ചെവിയും മനസ്സും തുറന്നു വെക്കൂ, ഇത് കേൾക്കൂ, ഗുരുവാക്കുകളെ സത്യബുദ്ധിയോടുകൂടി സ്വീകരിക്കൂ, ശ്രദ്ധയോടെ സ്വീകരിക്കൂ. നമ്മൾ അതിന് തയ്യാറാവണം. ഈ തയ്യാറാകാത്തത് കൊണ്ടാണ് നമുക്ക് സത്യത്തെ അറിയാതെ പോകുന്നത്, അല്ലെ? കേട്ട് കളയേണ്ടതല്ല, ജീവിതത്തിന്റെ മൂല്യങ്ങളാണ്. നമ്മുടെ ബാഹ്യ സമ്പത്തുകളെല്ലാം കാലം കൊണ്ടുപോകും. ഇത് നമ്മുടെ ആന്തരിക സമ്പത്തിയാണ്, സദ്ഗുണ സമ്പത്തിയാണ്. ഇതാണ് നമ്മുടെ ട്രഷേഴ്സ്. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആളാണ് ഗുരുനാഥൻ, അല്ലെ? അപ്പൊ ബോധ്യം വരും നമുക്ക്. എന്താ? അഹം ബ്രഹ്മാസ്മി. തത്വമസി പറഞ്ഞ് 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 ഒരു സമയത്ത് നമ്മൾ പറയും, ആ ഇതൊക്കെ ശരിയാണല്ലോ. അനുഭവങ്ങളിലൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്താ പറയണത്? അഹം ബ്രഹ്മാസ്മി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന ബ്രഹ്മമാകുന്നു എന്റെ യഥാർത്ഥ സ്വരൂപം, സത്ത, അല്ലെ? മറ്റെല്ലാം തന്നെ എന്റെ തെറ്റായ ധാരണകളായിരുന്നു, മിഥ്യയായിരുന്നു. ഈ അറിവിലേക്ക് ഉണരുന്ന അതിനു വേണ്ടിയിട്ട് ആ ഉണരുന്നതോടുകൂടി നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വപ്നത്തിൽ കണ്ട ഭയാനകമായിരിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ ഉണരുന്നതോടുകൂടി അപ്രത്യക്ഷമായി. നമ്മൾ എന്താ, ഇതൊരു ശരിക്കും സ്വപ്നാവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെ? എന്താ സ്വപ്നം? നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഉണരുമ്പോ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ശരീരം ഉള്ളപ്പോ കാണുന്നതെല്ലാം തന്നെ ശരീരം അപ്രത്യക്ഷമായാലുണ്ടോ? അപ്പൊ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നാവസ്ഥയെ കാണുന്ന പോലെയാണ് ഇന്നും നമ്മൾ ഉണർന്നിരുന്ന ഈ ജാഗ്രതാവസ്ഥയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ. എല്ലാം ഈ ശരീരം ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ, അല്ലെ? കാണുക, കേൾക്കുക, മണക്കുക, ഈ കാണപ്പെടുന്ന ബാഹ്യ വസ്തുക്കളെ എപ്പോ ശരീരം പോകുന്നു എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതും വേറൊരു സ്വപ്നമല്ലേ? 60, 70, 80, അല്ലെ, 100 വയസ്സ് വരെ കാണുന്ന ഒരു സ്വപ്നം. നമ്മൾ അതിൽ നിന്ന് ഉണരുമ്പോഴാണ് പിന്നെയും നമ്മൾ യഥാർത്ഥ സ്വരൂപത്തെ കാണാൻ പോകുന്നത്. നമ്മൾ ഈ
ഈ ശരീരത്തിലിരിക്കുമ്പോ കാണുന്ന ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ. എന്താ ഭയാനകമായിട്ട്? പലരും നമ്മുടേതാണ്, നമ്മളെ വിട്ടുപോകുന്നു, നമ്മളെ കരയിക്കുന്നു, അവരങ്ങനെ ചെയ്തു, അല്ലെ, അവര് കാരണം എനിക്ക് ദുഃഖം വന്നു, അതിൽ നമ്മൾ ഒരുപാട് ഡിപ്രസ്ഡ് ആവുന്നു, അല്ലെ. നമ്മൾ കണ്ടില്ലേ, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യക്ക് പ്രേരിതമാകുന്നു. ഇതൊക്കെ എന്താ? ഈ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സത്യമാണെന്ന്. അതേസമയം ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നത്തിൽ നമ്മൾ പുലിയുടെ വായിൽ അകപ്പെട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് ഉണർന്നു കഴിയുമ്പോൾ ആ സ്വപ്നം കഴിഞ്ഞു, ഇല്ലേ? അത് വെറും സ്വപ്നമായിരുന്നു, നമ്മുടെ മനസ്സിന്റെ ഒരു ഇല്യൂഷൻ ആയിരുന്നു, മായയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും നമ്മൾ അങ്ങനെ എടുക്കാവൂ. കാരണം ഈ കാർമിക് ഡീഡ്സ് അകത്തോട്ട് എടുത്താല്, നമ്മള് കർമ്മയോഗമാക്കാതിരുന്നാല് നമ്മൾ ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ കർമ്മത്തെ കർമ്മയോഗമാക്കണം. ഇത് ഞാനല്ല, ഇത് എന്റെ വെറും ഒരു സ്വപ്നമാണ്. ഞാൻ നിത്യശുദ്ധ മുക്ത സ്വരൂപനാണ്, എന്റെ സ്വരൂപം അതാണ്. അപ്പൊ ഇതൊന്നും, ഈ ചെയ്യുന്ന കർമ്മങ്ങള് ഞാൻ എന്റെ എന്താ പറയുക ധർമ്മമായിട്ട്, ശരീരം വരുമ്പോ നമ്മൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഇതൊക്കെ നമുക്ക് എന്താ നിത്യ കർമ്മങ്ങള്. അപ്പൊ നൈമിത്തിക കർമ്മങ്ങളെല്ലാം വന്നു ചേരുന്നത് നമ്മൾ ചെയ്യുന്നു, അതൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല. പിന്നെയോ, ആ നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ചില കർമ്മങ്ങൾ, ഇത് എന്റേതാണ്, എപ്പോ ഇത് എന്റേതാണെന്നുള്ള ഓണർഷിപ്പ് വരുന്നോ, ഡൂവർഷിപ്പ് അതിന്റെ കൂടെ വരും. അതില്ലാതെ നമ്മൾ ചെയ്തു പോയി എല്ലാത്തിനും ഈശ്വരനെ ചാരുക. അല്ലെ, ചാരാൻ പറ്റിയ ഒരേ ഒരു തൂണേ ഉള്ളൂ ഭഗവാൻ, അമ്മയുടെ പാദങ്ങള്. അമ്മ, അമ്മയാണമ്മ, അമ്മയാണമ്മ എന്ന് 24 മണിക്കൂറും പറഞ്ഞോളുക. കർമ്മത്തിൽ നിന്ന് മുക്തി വേണോ, ഇത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഈ കാമാതി സർപ്പങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് ഗുരുപാദകങ്ങൾ മാത്രമേ ഉള്ളൂ. 2 വഴികൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലേ? ആ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ അറിവിൽ ഉണരുന്നതോടുകൂടി നമ്മള് ഈ ശരീരമാകുന്ന സ്വപ്നം, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം നമ്മള് ഉണരുമ്പോ, ഈ ജാഗ്രത അവസ്ഥ, നമ്മൾ ഉണരുമ്പോ എന്തായി? ആ ജാഗ്രത അവസ്ഥയിൽ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നത്, ദുഃഖങ്ങള്, ഭയങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മൾ മുക്തമാകുന്നത്, അല്ലെ? ഈ സംസാര ജീവിതം, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്ന്, അല്ലെ, ആ ജാഗ്രതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ഇതിൽ നിന്നും ജ്ഞാനത്തിന്റെ അവസ്ഥയിലേക്ക് ഉണരേണ്ടതുണ്ട്. അതിന് ഈ അറിവിൽ വേണം നമ്മൾ ഗുരുവിനെ സമീപിക്കാൻ. കാരണം ഇതാണ് നമുക്ക് ഗുരു തരുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത്, എങ്ങനെയാ ഗുരുവിനെ സമീപിക്കേണ്ടത്? വേദങ്ങൾ പറയുന്നുണ്ട്, എല്ലാ സമ്പ്രദായത്തിലും പറയുന്നു, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്റെ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന നഹി ജ്ഞാനേന സദൃശ്യം പവിത്രം ഇഹ വിദ്യതേ. ഈ വിദ്യക്ക് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, ഇല്ല. ഈ ജ്ഞാനത്തിന് തുല്യമായിട്ട് ഒന്നുമില്ല, പവിത്രമായിട്ട് വേറെ ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നമ്മൾ ഗുരുവിന്റെ അടുത്ത് ആ പവിത്രമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ജ്ഞാനം തരുന്ന ഗുരുക്കന്മാരെ ആശ്രയിക്കണം, നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കണം. എന്താ? ആ ഒരു പ്രണിപാതേന നമ്മളെ കൈകൂപ്പിക്കൊണ്ട്, എന്റെ കർമ്മങ്ങള് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വേണം ഗുരുവിന്റെ അടുത്ത് ചെല്ലാനായിട്ട്. പരിപ്രശ്നേന ചോദിക്കണം, എനിക്ക് എന്താ ഈ ദുഃഖങ്ങൾ വരുന്നത്, എന്താണ് ഇതിന് കാരണം, അല്ലെ? എന്നിട്ട് ഗുരുവിനെ സേവിക്കണം. സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുവാക്യങ്ങളെ അനുസരിക്കുക, ഉപദേശത്തെ. അങ്ങനെ ഉള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് ഉപദേശത്തെ ജ്ഞാനം, അങ്ങനെയുള്ളവർക്ക് ഗുരു എന്ത് കൊടുക്കുന്നു? ഉപദേശിച്ചു കൊടുക്കുന്നു ഈ അറിവിനെ. അപ്പൊ ജ്ഞാനിനെ തത്വദർശിന, ജ്ഞാനത്തിലൂടെ നമ്മൾ എന്തായി? തത്വത്തെ ദർശിച്ചു, അല്ലെ? അപ്പൊ പറയണു, നഹി ജ്ഞാനേന സദൃശം, ഈ അറിവിന് തുല്യമായിട്ട് പവിത്രം ഇഹ വിദ്യതേ, ഇവിടെ ശുദ്ധമായിട്ട് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം. ഈ ജ്ഞാനം തരുന്ന ഗുരുക്കന്മാരെ ആശ്രയിക്കുക, അല്ലെ? അവര് നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കും. സ്വപ്നത്തിൽ നിന്ന് ഉണർത്തി നമ്മൾ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ, നിബോധത, ആ ഉപനിഷത്ത് വാക്യത്തെ, അല്ലെ? ആ പ്രാപ്യ വരാൻ, എന്താണ് പ്രാപ്യ വരാൻ? ജ്ഞാനം, അല്ലെ? ഗുരു പ്രാപ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുവിനെ പ്രാപിക്കണം. ഉണരേണ്ടതിനെ ഉണർത്തണം, ഉണർത്തിയാലും അറിയേണ്ടതിനെ അറിഞ്ഞാലും. ബോധപ്രദാഭ്യാം മോക്ഷദാഭ്യാം. ആ ബോധം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളതാണ്, അല്ലെ? മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന കഴിവാണ് ബോധം. അപ്പൊ ആ ബോധത്തെ ഉണർത്തി ദ്രുതമോക്ഷം, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മോക്ഷം കിട്ടുമോ ആ മോക്ഷത്തെ നമ്മൾ നേടിക്കൊള്ളണം. കാരണം അത് ശരീരം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല, ഇവിടത്തെ കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല, അവനവന്റെ സ്വകർമ്മങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഈ അറിവ് തന്നെ നമ്മുടെ എല്ലാ കർമ്മബന്ധങ്ങളെയും ഇല്ലാതാക്കും. ഈ എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളാണ് നമുക്ക്. കാരണം ശരീരം എന്ന് പറയുന്നത് ഒരുപാട്
കയറ് പാശങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സുകൊണ്ട്. ഈ കെട്ടുകളെ അഴിക്കാൻ നമുക്ക് ഈ അറിവ് മാത്രമേ ഉള്ളൂ. ഈ അറിവ് കൊണ്ട് നമ്മൾ ഈ കെട്ടുകളെ അഴിച്ച് നമ്മൾ ഇവിടെ ഇപ്പോ നമ്മൾ അസ്വതന്ത്രരെന്ന് വിചാരിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ ഈ ജയിലിൽ നിന്ന് മുക്തമാകും. മോക്ഷം കിട്ടും നമുക്ക്. നമ്മൾ പുറത്തു വരും. അങ്ങനെയുള്ള ഗുരുപാദകങ്ങൾക്കായിട്ട് നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾ നമസ്കരിക്കണം. ആ ഗുരുവിനെ നിന്ദിക്കരുത്. ഗുരു പരമ്പരയെ നിന്ദിക്കരുത്. കാരണം അത് വീണ്ടും കർമ്മങ്ങള് എന്താ പറയാ 1000 ടൺ കണക്കിനാണ് നമുക്ക് ഗുരുക്കന്മാരെ നിന്ദിച്ച് കിട്ടുന്ന പാപം. കാരണം എന്താ? നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നവരാണ്. അപ്പൊ ഈശ്വരനെ കാണിച്ചു തരുന്നവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ അതിന് കൂട്ടു നിൽക്കുവോ? ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വേണം? കർമ്മയോഗം കൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ മനസ്സിലെ 6 ശത്രുക്കളെ ഇല്ലാതാക്കി തീർക്കാൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു മഹത് ശക്തിയാണ് ഗുരുനാഥൻ. ആ ഗുരുനാഥന്റെ പാദകങ്ങൾക്ക് ആയിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയാ? സാധനാ ചതുഷ്ടയത്തിലൂടെ, അല്ലെ? 6 ശത്രുക്കളെ 6 രീതിയിൽ നമ്മൾ ഇല്ലാതാക്കണം. എന്നിട്ട് വിവേക വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് ആ ബോധത്തെ നമ്മൾ പ്രകാശിതമാക്കുന്നതോടുകൂടി ദ്രുത മോക്ഷം. എന്താ ദ്രുത മോക്ഷം? ഇൻസ്റ്റന്റ് ലിബറേഷൻ. അല്ലെ? നമ്മൾ ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ പറയും പോലെ എടുത്താൽ ഉടനെ അതിനകത്ത് പാലും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ മിക്സ്ഡാ. അത് നമുക്കൊരു കപ്പിൽ വെള്ളം എടുക്കുക, അതിലോട്ട് ഇടുക, കലക്കുക, കുടിക്കുക, അല്ലെ? വേറെ ഒന്നും പാല് കാച്ചണ്ട, ചായ പ്രത്യേകം ഇടണ്ട. അതുപോലെ ഇൻസ്റ്റന്റ് മോക്ഷം. കാരണം ഇത് നമ്മളൊക്കെ മോക്ഷം ഉള്ളവരാ, മോക്ഷം കിട്ടിയവരാ. അറിയാത്തതുകൊണ്ട് മോക്ഷം ഇല്ല 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 എന്ന് പറഞ്ഞ് നടക്കുക. കസ്തൂരിമാനിനെ പോലെ തന്നെ കസ്തൂരി മണം എവിടെ എന്ന് തേടി നടക്കും പാവം മാൻ. മരിക്കണവരെ ആ കസ്തൂരി എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? അതൊരു മൃഗമാണ്, അതിന് ബുദ്ധിയില്ല. നമ്മള് എവിടെയാണ് സുഖം, എവിടെ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങിയ കാലം മുതൽ പലയിടത്തും നമ്മൾ അലഞ്ഞു തിരിഞ്ഞു. തീർത്ഥങ്ങളിൽ പോയി, ക്ഷേത്രങ്ങളിൽ പോയി, അല്ലെ? പല പല അസ്ട്രോളജേഴ്സിനെ കണ്ടു, അവിടെ പോയി, ഇവിടെ പോയി. അപ്പൊ മനസ്സിലായി ഈശ്വരൻ ഒരിടത്തും അല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്കൊരു പൂജാമുറിയുണ്ട്. നിങ്ങളുടെ പൂജ ചെയ്യുന്ന ആ മുറി, അവിടെ പ്രതിഷ്ഠിതനാണ്, സദാ പ്രതിഷ്ഠിതനാണ് ഈ അമ്മ. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, ശ്വാസം ചെയ്യുന്നത്. അമ്മ നമ്മുടെ എല്ലാവരുടെയും തന്നെ യോഗശാസ്ത്രം പറയുന്ന അനുസരിച്ച് മൂലാധാരത്തില് പ്രാണശക്തിയായിട്ട് അമ്മ ഇരിക്കുകയാണ്. ആ പ്രാണശക്തിയെ തിരിച്ചറിഞ്ഞാൽ എന്താ? പ്രാണൻ കൂടുതൽ ശുദ്ധമാവുമില്ലേ? ആ പ്രാണനിലൂടെ നമുക്ക് ആ ശക്തിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ ശിവപദവുമായിട്ട്, മോക്ഷപദവുമായിട്ട് ചേർത്ത് ആ സന്തോഷം, ആനന്ദം, സത്ത ചിത്ത ആനന്ദം ഇവിടെ വെച്ച് ഈ ശരീരത്തിലിരുന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ബോധം പ്രകാശിതമാകും, അല്ലെ? അതിനാണ് ദ്രുതമോക്ഷം എന്ന് പറയുന്നത്. ആ ഒരു ലിബറേഷൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകണു. ബോധം ഉണരുന്നതിനെയാണ് നമ്മൾ ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കണ്ണു തുറന്ന് ഇരുന്ന് കാണുന്നതിനല്ല, നമ്മുടെ ബുദ്ധി ഉണരുന്നതിന്, അകക്കണ്ണ് തുറക്കുന്നതിന്, അതിനെയാണ് ജാഗ്രത എന്ന് പറയുക. ഭഗവത്ഗീതയില് ഭഗവാനോട് പറയുന്നത് എന്താ? ദദാമി ബുദ്ധി യോഗന്തം ഏനയാം ഉപയാന്തിതേ. അല്ലെ? എന്താ ചോദിക്കുന്നേ? ഭഗവാനെ, എനിക്ക് ബുദ്ധിയോഗം തരൂ. അല്ലെ? അങ്ങയുടെ അടുത്തിരുന്ന എനിക്ക് എന്താ അങ്ങ് തരേണ്ടത്? ആ ബുദ്ധിയോഗത്തെ തരൂ. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യത്തെ തരുന്നുള്ളൂ. അതെനിക്ക് തരൂ എന്നാ പറയുന്നത്. ഗുരുപാദുകങ്ങൾ എന്നാലും ശരിക്കും പറഞ്ഞാൽ സെൽഫ് നോളജ് എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ശങ്കര ഭഗവത്പാദ വിരാജിതമായിരിക്കുന്ന ഗുരുപാദുക സ്തോത്രം ഇവിടെ പൂർണ്ണമാവുകയാണ് 9ാമത്തെ ശ്ലോകത്തോടു കൂടി, അല്ലെ? നമ്മൾ പഠിച്ചത് അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം, അല്ലെ? കാരണം എന്താ? ജീവിതം എന്ന് പറയുന്നത് ഇത് ഒരു ദിവസം പഠിച്ചു തീർക്കലല്ല. ഓരോ ദിവസവും ഇവിടെ നമ്മൾ വീണ്ടും 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 ആദ്യം മുതൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? മനനം ചെയ്യണം. കാരണം ഏത് ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ശ്ലോകം എന്തിനാ വീണ്ടും ചൊല്ലുന്നത്? ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യത്തെ ശ്ലോകം ചൊല്ലും. കാരണം ഇവിടെ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. ജീവിതം അനന്തമാണ്. നമുക്ക് എത്ര കാലം ശരീരത്തിൽ ഈ ജീവനുണ്ടോ അത്ര കാലം നമ്മൾ തുടരണം ഈ ഭൂമിയിലെ വാസം, അല്ലെ? അപ്പൊ ഇത് ഇന്ന് തീരേണ്ടതല്ല, ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും വീണ്ടും ആദ്യത്തെ ശ്ലോകം ചൊല്ലുന്നത്. ആദ്യത്തെ ശ്ലോകം ഇവിടെ എന്താണ്? അനന്ത സംസാര സമുദ്രതാര നൗകായുധാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അല്ലെ? അല്ലയോ? എന്താ പറയാ? ഗുരുപാദകങ്ങളോട് പറയാണ്, അനന്തമായിരിക്കുന്ന സംസാരം. ഞാന് ഈ 9 ശ്ലോകം പഠിച്ചു, പക്ഷെ ഞാൻ ഈ സംസാര സാഗരത്തില് വീണു. എനിക്ക് 9 വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, അല്ലെ? ആ ഒരു നൗകയായിട്ട് ഈ ഗുരുപാദകങ്ങൾ എന്നും എന്റെ ശിരസില്, എന്റെ മനസ്സില് ഞാൻ ഓർമ്മിക്കണേ. ഈ ഗുരുഭക്തിദാഭ്യാം, എന്റെ
ഗുരുനാഥന്റെ വൈരാഗ്യം അല്ലെ, ആ വൈരാഗ്യം വിവേകമാവുന്ന 2 പാതകങ്ങളെ എനിക്ക് പൂജിക്കാൻ സാധിക്കണേ. അങ്ങനെ എനിക്ക് അനന്തമായിരിക്കുന്ന സംസാര സാഗരത്തെ കടക്കാൻ പറ്റണേ. ആ ഈശ്വരനും ഗുരുവും രണ്ടല്ല, രണ്ടുപേരും ഒന്നാണ് എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനത്തില് നമ്മൾ എത്തിച്ചേരുകയാണ് ഈ 9ാമത്തെ ശ്ലോകത്തിലൂടെ. അപ്പൊ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഗുരുപരമ്പരയ്ക്ക്. എങ്ങനെ? കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരു പരമ്പരയ്ക്കായിക്കൊണ്ട് ഗുരു പരമ്പരായേതി സമർപ്പയാമി, ലളിതാംബികായേതി സമർപ്പയാമി, സർവം ലളിതാർപ്പണമസ്തു. ഓം തത് സത്. പൂർണ്ണമായിരിക്കുന്ന ശങ്കരാചാര്യ വിരചിതമായിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഗുരുപാദുകാ സ്തോത്രം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ആ പൂർണ്ണതയില് നമ്മളും ഇനി ഒരിക്കലും ഈ പൂർണ്ണത്വത്തിൽ നിന്ന് പുറത്തു വരാതെ നമ്മുടെ ഗുരുപരമ്പര പൂർണ്ണമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.